പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: നടുവൊടിയും വരെ കഠിനമായി നെടുവീർപ്പിട്ട പ്രവാചകൻ ആര്? ഉത്തരം: യെഹെസ്കേൽ. യെഹെസ്കേൽ 21 അധ്യായം 6 വാക്യം. ക്വസ്റ്റ്യൻ: രാജ്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഏതായിരുന്നു? ഉത്തരം: കൽദയപുത്രി, ബാബേൽ. യെശയ്യാവ് 47:1-5 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ദൈവത്തെ അടുത്തറിഞ്ഞ വ്യക്തി ആര്? ഉത്തരം: മോശ. പുറപ്പാട് 33:12. ക്വസ്റ്റ്യൻ: ദേശാന്തരിയായ അരാമ്യൻ ആര്? ഉത്തരം: യാക്കോബ്. ആവർത്തന പുസ്തകം 26:5. ക്വസ്റ്റ്യൻ: പഴയ നിയമത്തിലെ സുവിശേഷകൻ, പഴയ നിയമത്തിലെ പൗലോസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം: യെശയ്യാവ്. ക്വസ്റ്റ്യൻ: ഇറച്ചിയുടെ സ്വാദിൽ ആകൃഷ്ടനായി മകനെ സ്നേഹിച്ച പിതാവ് ആര്? ഉത്തരം: ഇസ്ഹാക്ക്. ഉൽപ്പത്തി 25:28. ക്വസ്റ്റ്യൻ: ആദ്യമായി 2 സ്ത്രീകളെ വിവാഹം കഴിച്ച വ്യക്തി ആര്? ഉത്തരം: ലാമെക്ക്. ഉൽപ്പത്തി 4:19. ക്വസ്റ്റ്യൻ: ഒരു ദേശത്തെ അശുദ്ധമാക്കുന്നത് എന്താണ്? ഉത്തരം: രക്തം. സംഖ്യാപുസ്തകം 35:33. ക്വസ്റ്റ്യൻ: ദൈവകോപം പ്രകടമാക്കുന്ന വടിയായി ഈ രാജ്യത്തെ പരാമർശിക്കുന്നു. ഏതാണ് ആ രാജ്യം? ഉത്തരം: അശ്ശൂർ. യെശയ്യാവ് 10:5. ക്വസ്റ്റ്യൻ: തകർക്കാൻ ഉപയോഗിച്ചിരുന്ന ചുറ്റിക തന്നെത്താൻ തകർന്നു. ഇവിടെ പരാമർശിക്കുന്ന ചുറ്റിക എന്ത്? ഉത്തരം: ബാബേൽ. യിരെമ്യാവ് 50:23. ക്വസ്റ്റ്യൻ: പുകയുന്ന കൊള്ളികൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന 2 രാജാക്കന്മാർ ആരൊക്കെയാണ്? ഉത്തരം: അരാമ്യ രാജാവായ രസീനും രമല്യാവിൻ്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും. യെശയ്യാവ് 7:1-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എത്ര മൂടിവച്ചാലും ഒരു രഹസ്യവും എനിക്ക് മറഞ്ഞിരിക്കയില്ല. ഞാൻ ആര്? ഉത്തരം: സോർ പ്രഭു. യെഹെസ്കേൽ 28:2-3 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഇവർക്ക് തുല്യം ചൊല്ലാൻ മറ്റാരുമില്ല. മറ്റുള്ളവരെക്കാൾ 10 മടങ്ങ് ശ്രേഷ്ഠന്മാർ ആണിവർ. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നവർ ആരൊക്കെയാണ്? ഉത്തരം: ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ്. ദാനിയേൽ 1:19-20 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഞങ്ങളുടെ പ്രധാന ബലം ഒരു ആയുധമാണ്. ഞങ്ങൾ ആര്? ആയുധം ഏത്? ഉത്തരം: ഞങ്ങൾ ഏലാം. ആയുധം വില്ല്. യിരെമ്യാവ് 49:35. ക്വസ്റ്റ്യൻ: ലേവ്യ ഗോത്രത്തിൽ പിറക്കാതെ ലേവ്യരാകുവാനും പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനും ഭാഗ്യം ലഭിക്കുന്നവർ ആര്? ഉത്തരം: സകല ജാതികളിൽ നിന്നും ഭാഷക്കാരിൽ നിന്നും രക്ഷിക്കപ്പെട്ട ചിലർ യെരുശലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരുന്നവരിൽ നിന്നും ചിലർക്ക്. യെശയ്യാവ് 66:18-21 വരെ. ക്വസ്റ്റ്യൻ: 6 ധാന്യങ്ങൾ ചേർത്ത് അപ്പമുണ്ടാക്കിയ വ്യക്തി ആര്? 6 ധാന്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം: യെഹെസ്കേൽ. 6 ധാന്യങ്ങൾ: ഗോതമ്പ്, യവം, അമര, ചെറുപയർ, തിന, ചോളം. യെഹെസ്കേൽ 4:9. ക്വസ്റ്റ്യൻ: പാപവും അകൃത്യവും പരിഹരിക്കുവാൻ തിരുവചനം അനുശാസിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെ? ഉത്തരം: നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിക്കുക. ദാനിയേൽ 4:27.
ക്വസ്റ്റ്യൻ വിശുദ്ധ മന്ദിരത്തിന് വിരോധമായി പ്രസംഗിച്ച വിശുദ്ധൻ ആര്? ഉത്തരം യഹസ്കേൽ. യഹസ്കേൽ 21:2. ക്വസ്റ്റ്യൻ പരസ്യമായി പാപം ചെയ്യുന്ന പട്ടണം ഏത്? ഉത്തരം സൊദോം. യെശയ്യാവ് 3:9. ക്വസ്റ്റ്യൻ 1000 ആളുകൾക്ക് ഒന്നിച്ച് ആഹാരം നൽകിയ അരജൻ ആര്? ഉത്തരം ബെൽഷസർ രാജാവ്. ദാനിയേൽ 5:1. ക്വസ്റ്റ്യൻ ആദ്യം ദൈവത്തെ വിളിച്ചിരുന്നതും ദൈവം വസിച്ചിരുന്നതുമായ സ്ഥലം ഏത്? ഉത്തരം ശീലോവ്. യിരെമ്യാവ് 7:12. ക്വസ്റ്റ്യൻ വാഹനമാണ്, ചക്രങ്ങളില്ല. സാരഥിയുണ്ട്, മനുഷ്യനല്ല. ആകാശഗമനമാണ്, വിമാനമല്ല. ഏതാണ് വാഹനം? ആരാണ് സാരഥി? ഏതാണ് ലക്ഷ്യസ്ഥാനം? ഉത്തരം വാഹനം മേഘം, സാരഥി യഹോവ, ലക്ഷ്യസ്ഥാനം മിസ്രയീം. യെശയ്യാവ് 19:1. ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പോൾ തന്നെ പറിച്ചു തിന്നുകളയുന്ന പഴമേത്? ഉത്തരം ഫലശേഖരകാലത്തിന് മുമ്പേ പഴുത്ത അത്തിപ്പഴം. യെശയ്യാവ് 28:4. ക്വസ്റ്റ്യൻ ഗോത്രത്തലവന്മാരായ പുരുഷന്മാർക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെ? ഉത്തരം ജ്ഞാനവും വിവേകവും പ്രസിദ്ധിയും. ആവർത്തന പുസ്തകം 1:13. ക്വസ്റ്റ്യൻ മിസ്രയീമിലെ ആചാരപ്രകാരം സുഗന്ധവർഗം ഇടുവാൻ വേണ്ടിവരുന്ന ദിവസം എത്ര? ഉത്തരം 40 ദിവസം. ഉൽപ്പത്തി 50:3. ക്വസ്റ്റ്യൻ യെരുശലേം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതി വിഷയമാകാനുള്ള കാരണം എന്ത്? ഉത്തരം യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ മകൻ മനശ്ശെ നിമിത്തം. അവൻ യെരുശലേമിൽ ചെയ്തിട്ടുള്ളത് നിമിത്തം തന്നെ. യിരെമ്യാവ് 15:4. ക്വസ്റ്റ്യൻ ഞാനും ഒരു മരമാണ്, പക്ഷേ ഇലയില്ല, വേരുമില്ല. പഞ്ചഗ്രന്ഥങ്ങളിൽ 2 എന്നെ കാണാം. ഞാൻ ആര്? ഉത്തരം കൊടിമരം. സംഖ്യ 21:8-9 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണവുമായി ബന്ധപ്പെട്ട പേരുള്ള ഒരു പ്രധാന സ്ഥലം കേരളത്തിലുണ്ട്. ഏതാണ് ആ സ്ഥലം? ഉത്തരം പാളയം. പുറപ്പാട് 14:2, 17:1, സംഖ്യ 12:16. ക്വസ്റ്റ്യൻ കാട്ടിലെ യാത്രികൻ, വേട്ടയിൽ ഉത്സുകൻ ആര്? ഉത്തരം ഏശാവ്. ഉൽപ്പത്തി 25:27. ക്വസ്റ്റ്യൻ പഞ്ചഗ്രന്ഥങ്ങളിൽ 10 കൽപ്പന എന്ന് എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? എവിടെയൊക്കെയാണ്? ഉത്തരം 3 പ്രാവശ്യം. പുറപ്പാട് 34:28, ആവർത്തന പുസ്തകം 4:13, 10:4. ക്വസ്റ്റ്യൻ 5 അക്ഷരമുള്ള ഒരേപോലെയുള്ള 5 വാക്കുകൾ ഒരു വാക്യത്തിൽ 5 ഇടത്ത് ആവർത്തിച്ച് കാണുന്നു. ഏതാണ് ആ വാക്യം? ഏതാണ് ആ വാക്ക്? ഉത്തരം വാക്ക് അസ്ഥികളെയും. വാക്യം ആ കാലത്ത് അവർ യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികളെയും പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും പ്രവാചകന്മാരുടെ അസ്ഥികളെയും യെരുശലേം നിവാസികളുടെ അസ്ഥികളെയും ശവക്കുഴികളിൽ നിന്നെടുത്തു. യിരെമ്യാവ് 8:1. ക്വസ്റ്റ്യൻ എണ്ണുവാൻ കഴിയാത്തതെന്ത്? അളക്കാൻ കഴിയാത്തതെന്ത്? എണ്ണുവാനും അളക്കാനും കഴിയാത്തതുപോലെ വർദ്ധിപ്പിക്കുന്നതെന്ത്? ഉത്തരം എണ്ണുവാൻ കഴിയാത്തത് ആകാശത്തിലെ സൈന്യത്തെ, അളക്കാൻ കഴിയാത്തത് കടൽപ്പുറത്തെ മണൽ, എണ്ണുവാനും അളക്കാനും കഴിയാത്തതുപോലെ വർദ്ധിപ്പിക്കുന്നത് ദാവീദിൻ്റെ സന്തതിയെയും ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യരെയും. യിരെമ്യാവ് 33:22. ക്വസ്റ്റ്യൻ കഴുത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള ഞരമ്പ് ഉള്ളവൻ എന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്നത് ആരെയാണ്?
ഉത്തരം ഇസ്രായേൽ എന്ന് പേർ വിളിക്കപ്പെട്ട യാക്കോബ് ഗൃഹത്തിന്. യെശയ്യാവ് 48:1-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: 4 അക്ഷരമുള്ള ഒരു വാക്കാണ് ഞാൻ. 4ഉം ഒരേ അക്ഷരം തന്നെ, പക്ഷേ 2 അക്ഷരങ്ങൾ ഇരട്ടിപ്പ് ഉണ്ട്. 4 അക്ഷരമുള്ള ഞാൻ ആര്? ഉത്തരം തത്തിത്തത്തി. യെശയ്യാവ് 3:16. ക്വസ്റ്റ്യൻ: ഗസ്സ കീഴടക്കിയ ഈജിപ്ഷ്യൻ രാജാവ് ആര്? ഉത്തരം ഫറവോൻ. യിരെമ്യാവ് 47:1. ക്വസ്റ്റ്യൻ: 4 ദിക്കിൽ ഒന്നിൽ നിന്ന് ഞാൻ വരുന്നു, പക്ഷികളിൽ ഒന്നിനോട് എന്നെ ഉപമിച്ചിരിക്കുന്നു. ദൈവിക ആലോചന ഞാൻ അനുഷ്ഠിക്കുന്നു. ദിക്ക് ഏത്? പക്ഷി ഏത്? വ്യക്തി ആര്? ഉത്തരം ദിക്ക് കിഴക്ക്, പക്ഷി റാഞ്ചൽ പക്ഷി, വ്യക്തി ദൂരദേശത്ത് നിന്ന് ദൈവം വിളിക്കുന്ന പുരുഷൻ. യെശയ്യാവ് 46:11. ക്വസ്റ്റ്യൻ: തകർക്കാൻ ഉപയോഗിച്ചിരുന്ന ചുറ്റിക തന്നെത്താൻ തകർന്നു. ഇവിടെ പരാമർശിക്കുന്ന ചുറ്റിക എന്ത്? ഉത്തരം ബാബേൽ. യിരെമ്യാവ് 50:23. ക്വസ്റ്റ്യൻ: കഴുകനേക്കാൾ വേഗവും സിംഹത്തേക്കാൾ വീര്യവുമുള്ള 2 മനുഷ്യർ. ഇവർ ഏറ്റവും അടുത്ത ബന്ധുക്കളും ആണ്. ആരൊക്കെയാണ് ഇവർ? ഉത്തരം ശൗലും യോനാദാനും. 2 ശമൂവേൽ 1:23. ക്വസ്റ്റ്യൻ: കല്ലറയ്ക്കുള്ളിൽ കുത്തിയിരിക്കുന്നതാര്? ഉത്തരം സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനം. യെശയ്യാവ് 65:2-4 വരെ. ക്വസ്റ്റ്യൻ: പ്രവചന പുസ്തകങ്ങളിൽ ഒരു വാക്യത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന വാചകങ്ങൾ ഏതെല്ലാം? ഉത്തരം: 1 പരിശുദ്ധൻ. യെശയ്യാവ് 6:3. 2 യഹോവയുടെ മന്ദിരം. യിരെമ്യാവ് 7:4. 3 ദേശമേ. യിരെമ്യാവ് 22:29. 4 ഉന്മൂലനാശം. യെഹെസ്കേൽ 21:27. ക്വസ്റ്റ്യൻ: ദൈവം ലോകത്തെ ശിക്ഷിക്കുമ്പോൾ സാമൂഹിക വേർതിരിവുകൾക്ക് പ്രത്യേകത നൽകുന്നില്ല. ദൈവിക ശിക്ഷയുടെ പരിണതഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന 12 വിഭാഗത്തിൽപ്പെട്ടവരെക്കുറിച്ച് ഒറ്റ വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് ആ കൂട്ടർ? ഉത്തരം: 1 ജനം, 2 പുരോഹിതൻ, 3 ദാസൻ, 4 യജമാനൻ, 5 ദാസി, 6 യജമാനത്തി, 7 കൊള്ളുന്നവൻ, 8 വിൽക്കുന്നവൻ, 9 കടം കൊടുക്കുന്നവൻ, 10 കടം വാങ്ങുന്നവൻ, 11 പലിശ വാങ്ങുന്നവൻ, 12 പലിശ കൊടുക്കുന്നവൻ. യെശയ്യാവ് 24:2. ക്വസ്റ്റ്യൻ: പഞ്ചഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതിൽ കള്ളം പറഞ്ഞ സ്ത്രീകൾ ആരെല്ലാം? ഉത്തരം: 1 ഹവ്വ, 2 സാറ, 3 രാഹേൽ, 4 റിബേക്ക, 5 പോത്തിഫറിൻ്റെ ഭാര്യ, 6 സൂതികർമ്മിണികളായ ഷിപ്ര പൂവ, 7 മിര്യാം. ക്വസ്റ്റ്യൻ: യാഗങ്ങൾ എത്ര വിധം? ഏതെല്ലാം? ഉത്തരം: 5 വിധം. 1 ഹോമയാഗം അഥവാ ദഹനയാഗം, 2 ഭോജനയാഗം, 3 സമാധാനയാഗം, 4 പാപയാഗം, 5 അകൃത്യയാഗം. ക്വസ്റ്റ്യൻ: യഹൂദന്മാരുടെ പെരുന്നാളുകൾ അഥവാ ഉത്സവങ്ങൾ എത്ര? ഏതെല്ലാം? ഉത്തരം: 7. 1 പെസഹ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 3 ആദ്യഫല പെരുന്നാൾ, 4 50-ാം ദിന പെരുന്നാൾ അഥവാ പെന്തക്കോസ്ത് പെരുന്നാൾ, 5 കാഹളധ്വനി പെരുന്നാൾ, 6 മഹാപാപ പരിഹാര പെരുന്നാൾ, 7 കൂടാരപ്പെരുന്നാൾ. ക്വസ്റ്റ്യൻ: തിരുവഴുത്തിൽ വെളിപ്പെടുന്ന 7 യുഗങ്ങളിൽ 4ഉം ഉൽപ്പത്തി പുസ്തകത്തിലാണുള്ളത്. ഏതൊക്കെ യുഗങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിലുള്ളത്? ബാക്കി 3 യുഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ഉൽപ്പത്തി പുസ്തകത്തിൽ ഉള്ള യുഗങ്ങൾ: 1 നിഷ്പാപയുഗം, 2 മനസ്സാക്ഷി യുഗം, 3 മാനുഷിക ഭരണയുഗം,
4 വാക്തത്വ യുഗം. ബാക്കി 3 യുഗങ്ങൾ. 5-ാമത്തെ യുഗം ന്യായപ്രമാണ യുഗം, 6 നിഷ്പാപയുഗം, 7 സഹസ്രാബ്ദ യുഗം. താങ്ക്സ് ഫോർ വാച്ചിങ്.